ബാഴ്സലോണയുടെ പടിയിറക്കത്തിന് ശേഷം നായകൻ ലിയണൽ മെസ്സിയുടെ മടങ്ങിവരവിനായി കുറെ ആരാധകരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകും. സത്യത്തിൽ 2023 ലിയണൽ മെസ്സി ബാഴ്സലോണയ്ക്കൊപ്പം കരാർ ഒപ്പിടേണ്ടതായിരുന്നു. എന്നാൽ അവസാനം ഡീൽ നടക്കേണ്ട സമയമായപ്പോൾ കലമുടച്ചത് ബാഴ്സലോണയുടെ പ്രസിഡന്റായ ലപ്പോർട്ടയാണ്. ചാവി ഹെർണാണ്ടസ് പറയുന്നത് പ്രകാരം 2023 ലിയണൽ മെസ്സിയുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചർച്ചകളും നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കഥയിലെ വില്ലനായിട്ട് അവതരിച്ചത് ലപ്പോർട്ടയാണ്. ഓർക്കണം, ലപ്പോർട്ടയുടെ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പേര് ലിയണൽ മെസ്സിയും ബാഴ്സയുടെ ഭാവിയും എന്നുള്ളതായിരുന്നു. മെസ്സിയുടെ ഭാഗത്തു നിന്നോ മെസ്സിയുടെ പിതാവിന്റെ ഭാഗത്തു നിന്നോ ലലീഗയുടെ ഭാഗത്തു നിന്നോ തടസ്സങ്ങൾ ഉണ്ടായില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ബാഴ്സലോണയിൽ വീണ്ടും പ്രസിഡൻസി ഇലക്ഷനുകൾ അരങ്ങേറും. ലപ്പോർട്ടയും വിക്ടർ ഫോണ്ടുമാണ് മത്സരിക്കുന്നത്. പെട്ടെന്നുള്ള ചാവിയുടെ വരവ് ഇലക്ഷന് മുന്നോടിയായി വലിയൊരു കോളിളക്കം സൃഷ്ടിക്കും. പക്ഷേ ബാഴ്സലോണയ്ക്ക് ഇന്ന് ലപ്പോർട്ട സമ്മാനിച്ചിരിക്കുന്നത് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു ടീമിനെയും മികച്ചൊരു കോച്ചിനെയുമാണ്.